നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ശാന്തമായിരിക്കാം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. പരിശുദ്ധൻ മഹോന്നത ദേവൻ
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് ഈ സമയം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവത്തിന്റെ ദാസൻ, ബഹുമാന്യ ദേവദാസി, പ്രിയ പിതാക്കന്മാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനവും ഹാർദവമായ സ്നേഹവും അർപ്പിക്കുന്നു. നാം മനോഹരമായ ഗാനങ്ങൾ കേട്ടല്ലോ. അവൻ ആർക്കും കടക്കാരനല്ല, കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പലവിധമായ കടങ്ങളാലും ഭാരങ്ങളാലൊക്കെ നിരാശപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് ആർക്കും കടക്കാരനല്ല. ആ സന്തോഷിപ്പിക്കുന്ന ഒരു ഗാനം പ്രിയ സഹോദരിയിലൂടെ കേൾക്കുവാനൊക്കെ ഇടയായി. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പാടി കർത്താവിനെ ആരാധിക്കാം. ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. സ്നേഹിക്കുന്നു എൻ ജീവനെ കാളെന്നും, ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെ കാളെന്നും. ആരാധിക്കും അങ്ങേ ഞാൻ ഹൃദയമോടെ, ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ, ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ, എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ, വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ടു പകരം നൽകാൻ.
ഉയർത്തിയിടും നന്ദിയോടെ. नमस्कार दोस्तों, योर ब्लेसिंग करके हम लोगों ने ആമേൻ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. നമ്മെ സ്നേഹിച്ചവരെല്ലാം നമ്മളെ വിട്ടുകരണം പോകുമ്പോൾ ഒരിക്കലും സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ അവിടുത്തെ മാർഗോട് നമ്മളെ ചേർക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹനിധിയായ കർത്താവിന്റെ മാർഗോട് ചേരുവാൻ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. പെറ്റതള്ള മറന്നുപോയാലും മറക്കാത്ത സ്നേഹിതൻ നമ്മോട് കൂടെ ഇന്ന് നമ്മെ സഹായിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയാം. വീണ്ടും നമുക്ക് ഗാനങ്ങളെ ശ്രമിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കന്യാമറിയമേ
ഒരുപാട് കണ്ട് ഇന്ന് ഏതാണ്ട് ആലോചിച്ച് അടുത്ത മെയ് 28-ാം തീയതി പോകും മാറ്റി. യേശുവേ വിമോചക യേശുവേ വിമോചക നീകനം ഹൃദയാദിനാഥൻ നീകനം ഹൃദയാദിനാഥൻ നീ എൻ്റെ ജീവിത കേന്ദ്രമായി വാഴണം നീയൊഴികേതും എനിക്കു വേണ്ട നീയൊഴികേതും എനിക്കു വേണ്ട യേശുവേ വിമോചക ആനന്ദം കൊള്ളുന്നു നിന്നുകൾ പാടുന്നു നന്ദിയോടെ ഞാൻ ആനന്ദം കൊള്ളുന്നു നിന്നുകൾ പാടുന്നു നന്ദിയോടെ എനിക്കുള്ളതൊക്കെയും കയ്യിലർപ്പണം ചെയ്തിടുന്നു കർത്താവാം യേശുവേ വിമോചക കൈകൾ കൊണ്ടു നീ നീ ചെയ്യുക എൻ പാദം കൊണ്ടു നീ സഞ്ചരിക്ക എൻ കൈകൾ കൊണ്ടു നീ ചെയ്യുക എൻ പാദം കൊണ്ടു നീ സഞ്ചരിക്ക എൻ നയനങ്ങളിലൂടെ നീ നോക്കേണം എൻ ശ്രവണങ്ങളിലൂടെ കേൾക്കണം നീ കർത്താവാം യേശുവേ വിമോചക നീകനം ഹൃദയാദിനാഥൻ നീ
ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ നമ്മൾ അനുഭവപ്പെട്ട ഗാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നല്ലോ. തുടർ നിമിഷങ്ങൾക്ക് സമയം ദൈവത്തിനകത്ത് നമുക്ക് ചിന്തിക്കാം. കാലം ചിന്തിക്കുവാൻ അവതരം എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ജനത്തെ പറ്റിയുള്ള അനേക ദർശനങ്ങളൊക്കെയും എഗസ്കേൽ പ്രവാചകൻ ലഭിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിക്കുകയും ശേഷം ഇസ്രായേൽ ജനത്തെ പറ്റി വ്യാകുലപ്പെടുന്ന എഗസ്കേൽ പ്രവാചകന് മറ്റൊരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എഗസ്കേൽ പ്രവാചകനെ താഴ്വരയിലൂടെ നടത്തി. അവിടെ മൊത്തം അസ്ഥികളായിരുന്നു, അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഇപ്പൊ നമുക്ക് ദൈവക്കളെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. അതായത് ആ അസ്ഥികൾ നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെ ദൈവാത്മാവ് എഗസ്കേൽ പ്രവാചകനോട് ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളോട് ചോദിക്കുന്നു: നീ ജീവിക്കുമോ? അതായത് മരണമോ ജീവിതമോ അല്ല, നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുമോ എന്നാണ് ദൈവം ഇവിടെ ചോദിക്കുന്നത്. അതിനെന്ന് വെച്ചാൽ മറ്റൊരു ഭാഗം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: അർത്ഥകഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുൻപാകെ ഇരുന്ന് വീഞ്ഞ് എടുത്തു കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും രാജാവിന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നീ ജീവിക്കുമോ എന്നുള്ള അതേ ചോദ്യത്തിനോടനുബന്ധിച്ച് ഇവിടെ നെഹെമ്യാവോട് രാജാവ് ചോദിക്കുന്നതാണ്, നിന്റെ മുഖം വാടിയിരിക്കുന്നത്. അതേ ചോദ്യം തന്നെ വീണ്ടും മറ്റേ ചോദ്യത്തിനനുബന്ധിച്ച് ചോദിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഞാൻ തോന്നുന്നു എഗസ്കേൽ പ്രവാചകനെ താഴ്വരയിലൂടെ നടത്തിയതുപോലെ ഇവിടെ വന്നപ്പോൾ എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ട, ഇവിടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ ഉള്ളിലും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും ഭാരപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ ഇന്നത്തെ രാത്രികാലം ദൈവാത്മാവ് അതൊക്കെയും മനസ്സിലാക്കി നമ്മളോട് ചോദിക്കുകയാണ്, നീ ഇതിൽ നിന്ന് വിടുവിക്കപ്പെടുമോ? നിന്റെ മുഖം വാടിയിരിക്കും. നമുക്ക് തുടർന്ന നിമിഷങ്ങൾ ഈ ചോദ്യത്തോടനുബന്ധിച്ച് ചിന്തിക്കാമല്ലോ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയും വരാറുണ്ട്. നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയാതെ വണ്ണം നമുക്ക് ഒരു കാര്യം ചെയ്ത് തീർപ്പാൻ നോക്കണം, അതൊക്കെ നമ്മുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിന് മറികടക്കാൻ, അതിനെ തരണം ചെയ്യുവാൻ, അതിനെ തടുക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ന് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ പുറകോട്ട് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറവ് കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൊണ്ടോ എന്തെങ്കിലും വന്നുപോയ പിഴവുകൾ മൂലമായിരിക്കാം. നമുക്കറിയാം, യോനയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ യോനയുടെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു. ദൈവം അവനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന തർശീഷിലേക്ക് കപ്പൽ കയറി. അനുസരണക്കേട് മൂലം പിന്നെ ഇവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പലിനെതിരെ കാറ്റടിച്ചു, കടലിളകി. അവർക്ക് എന്ത് ചെയ്തിട്ടും മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. കപ്പലിലുള്ളവർ പലരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അവർ കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ കപ്പലിലുള്ള വെയിറ്റ് ആയിട്ടുള്ള ചരക്ക് സാധനങ്ങളൊക്കെ പുറത്തെറിയുന്നുണ്ട്. എന്നിട്ടും നടക്കുന്നില്ല. പിന്നെ ശേഷം അവർ അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. ഏറ്റവും അവസാനം ഇതൊന്നും കഴിയാതായപ്പോൾ അവർ ചീട്ടിടുകയാണ് ചെയ്തത്. ചീട്ടിന് ശേഷം അവിടെ യോനായ്ക്ക് നേരെയാണ് ചീട്ട് വേണ്ടത്. അപ്പോൾ അവര് നിലവിളിക്കുന്നുണ്ട്, ദൈവമേ, ഈ ഒരു മനുഷ്യന്റെ പാപം നിമിത്തം ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന്. ശേഷം അവർ യോനയെടുത്ത് കടലിലേക്ക് ഇടുകയാണ്.
പിന്നെ പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കും. പക്ഷെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും മനസ്സിലാക്കിയതിനു ശേഷം മനസ്സിലാക്കിയത് ദൈവം യോനയെ വിഴുങ്ങുവാൻ കാരണം ഒരു മത്സ്യത്തെ കൽപ്പിക്കുന്നു. ദൈവങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോനയ്ക്ക് ഒരു വിചാരണ ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. അവിടെയാണ് എന്റെ പോയിന്റ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ, കുറവുകളൊക്കെ നമ്മുടെ കുറവുകൾ കൊണ്ടോ തെറ്റുകൾ കൊണ്ടോ പിഴവുകൾ കൊണ്ടോ സംഭവിക്കുമ്പോൾ നാം ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് നിന്ന് നമ്മൾ പുറത്തു വരും. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രതിസന്ധികളും കഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കാം. ഇപ്പൊ ഉദാഹരണമായി ഒരു വാഹനം നിർത്തിയിട്ടതിനു ശേഷം അത് മുമ്പോട്ടെടുക്കുമ്പോൾ ചെറുതായി ഒന്ന് പുറകോട്ട് വലിഞ്ഞതിനു ശേഷമേ അത് മുന്നോട്ടെടുക്കാറുള്ളൂ. അത് ഏതൊരു വാഹനമായാലും അതുപോലെയാണ്. നമ്മൾ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ഏതൊരു പടവും മുന്നോട്ട് ചവിട്ടുമ്പോഴും ഒരു പുറകോട്ടൊരു വലി നമുക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കാൻ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ തന്നെ രാവിലെ തൊട്ട് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാന്നൊക്കെ വേണം പരിശ്രമിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള എനിക്കറിയില്ല, നിങ്ങളുടെ പതിനെട്ടാം ജീവിതത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, പോകാൻ പറ്റാത്ത വിധം തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്ന് നമ്മൾ ഇവിടെ വന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ദൈവമോ പിശാചോ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇയ്യോബിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ടവനായിട്ട് പോലും അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തോട് തന്നെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? നാം ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നുവെന്നറിയുക, നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്നുവെന്നറിയുക. ഇതുപോലുള്ള കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു വെള്ളി 7 പ്രാവശ്യം ഒരു കൂലയിലൂടെ കടന്നു വരുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളൊക്കെ കടന്നു വരും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതിസന്ധികൾക്ക് നടുവ്, നമ്മുടെ പ്രതികൂലങ്ങൾക്ക് നടുവ്, നമ്മുടെ കഷ്ടങ്ങൾക്ക് നടുവ്, നമ്മുടെ ദുഃഖങ്ങൾക്ക് നടുവ്, നമ്മുടെ ഭാരങ്ങൾക്ക് നടുവ് ഒരു വഴി തുറക്കുവാൻ നിശ്ചയമായും അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 55-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പിളർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ അതിന് ഉദാഹരണമായി ഇങ്ങനെ ഒരു വേദഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. പൗലോസ് കൂട്ടരും കൂടെ പടകിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തടസ്സമായിട്ട് ഇതുപോലുള്ള മുമ്പ് പറഞ്ഞ പോലെ കടലിളകി, കാറ്റിളകി, അവർക്ക് എന്ത് ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതാണ്. അവരുടെ ഏറ്റവും വലിയ കടുങ്കാറ്റായ ഈശാന മൂലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൗലോസിനൊരു വിശ്വാസമുണ്ട്. പൗലോസ് ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പടകിനല്ലാതെ മറ്റൊരുത്തരുടെ ജീവനും ഹാനി വരികയില്ല. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലുള്ള ദുഃഖങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ഈ ഒരു വാക്യം നമ്മളെ ബലപ്പെടുത്തും, ഈ ഒരു വചനം നമ്മളെ ബലപ്പെടുത്തും. പടകിനല്ലാതെ മറ്റൊന്നിനും ഹാനി വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇതുപോലുള്ള പ്രതിസന്ധികളിലും കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവമക്കളെ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. ദൈവമക്കളെ നമ്മൾ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിൽ ശോധന ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ കഷ്ടങ്ങൾ ഭാരപ്പെടാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥനകളുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥനയുള്ള വിശ്വാസമുണ്ടോ? നിശ്ചയമായും ഒരു വഴി നിങ്ങൾക്ക് പുറത്തു പോകാൻ നോക്കണം, ദൈവം തുറന്നു തരും. മത്തായിയുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുക എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടും എന്നാൽ തുറക്കും. ഹല്ലേലൂയ. കാലം പല വാതിലുകളിലും പല ഇടങ്ങളിലും നാം സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുക, നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുക, നമ്മുടെ പ്രയാസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറുക. പലരുടെയും വാതിൽ നമ്മൾ മുട്ടിയിട്ടുണ്ട്, എന്നാൽ അവരുടെ വാതിലൊന്നും നമുക്ക് തുറന്നു തന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾ മുട്ടുക നിങ്ങൾക്ക് തുറക്കപ്പെടും. മറ്റൊരുത്തരം വാതിലല്ല, മറ്റൊരു പൈസയുടെ ആവശ്യം വന്നാൽ പല വാതിലുകളിൽ നമ്മൾ മുട്ടി കടം വായിക്കാറുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു പ്രവണതയല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് നിശ്ചയമായും അതിന്റെ മധ്യ ഒരു വഴി തുറന്നു തരും. ഇതിനൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വല്ല കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക്
വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളിവിടെ പറഞ്ഞുവല്ലോ, നിങ്ങൾ യാചിക്കുക എന്നാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾ മുട്ടുക നിങ്ങൾക്ക് തുറക്കപ്പെടും. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ മറ്റാരെയും കുറ്റപ്പെടുത്താൻ ആവശ്യമില്ല. ചിലപ്പോൾ മുമ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും കുറവ് കൊണ്ടോ പിഴവുകളുണ്ടോ തെറ്റുകളുണ്ടോ ആയിരിക്കാം ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നുള്ളത്. ഒരിക്കലും ഭാരമില്ല, പ്രാർത്ഥന മാത്രം മതി. ഹല്ലേലൂയ. വിശ്വാസം മാത്രം മതി. നമ്മൾ മുമ്പ് വായിച്ചതുപോലെ നീ ജീവിക്കപ്പെടുമോ, നീ ജീവിക്കുമോ, നിന്റെ മുഖം വാടിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായ തന്നെ പറയാ, ഞാൻ ജീവിക്കും. ഈ യോനയുടെ മനസ്സിലുണ്ടായ ആ വിശ്വാസം പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിന്റെ പുറത്ത് നിങ്ങളൊക്കെ ഈ ദിനങ്ങളിലൊക്കെയും അത്രകാലം വിശ്വാസം നിങ്ങൾ ഭരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. എനിക്ക് സമയം അനുവദിച്ച എന്നൊക്കെ ദാസങ്ങൾ നന്ദി അറിയിക്കുന്നു. മക്കൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ആദിവേണ്ട ആശ്രയമേക തൻകരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. ആദിവേണ്ട ആശ്രയമേക തൻകരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം. താൻ പാടുകയാണ്. നമുക്ക് ആകുലപ്പെടേണ്ടതില്ല, നമുക്ക് ഭാരപ്പെടേണ്ടതില്ല. ഭാവിയെല്ലാം തന്റെ കരങ്ങളിൽ നിർത്താം. ഹല്ലേലൂയ. നമുക്ക് ഈ ജീവിതം നമുക്ക് ധന്യമാക്കി തീർക്കാൻ കഴിയും. ഇത് നിങ്ങളൊക്കെ എങ്ങനത്തെ ആത്മഭാവത്തോടെ ദൈവാത്മാവ് നിങ്ങളെ ഭരിക്കട്ടെ, നിങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അത് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ചല്ലോ. ദൈവമായ കർത്താവ് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം യേശുക്രിസ്തു കടന്നു പോയിരിക്കുന്നു. വീണ്ടും നമ്മെ ചേർപ്പാൻ വേഗം വരും. രാജാതിരാജാവായി കർത്താവ് നമ്മെ ചേർപ്പാൻ എത്രയും പെട്ടെന്ന് വരും. അതിനായി നമുക്ക് ഉണരാം. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടുകൾ പാടിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും കരങ്ങളെ തട്ടി പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു.
ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും എന്നെ ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞോ കൊല്ലുന്ന മരണത്തിൽ പോരതരാം വിഷം പല്ലു തകർത്താകയാൽ ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൻ നിത്യവാസമന്നേശു മുന്നിൽ മഹത്വത്തിനായി. മണ്ണിലല്ലൻ നിത്യവാസമന്നേശു മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണില വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമം ഇന്നയോളം ജീവിക്കുന്നു. നമ്മൾ കടന്നു വന്ന പാതകളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞല്ലോ. ഒരിക്കൽ കൂടി ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതത്തെ അർപ്പിക്കുന്നു. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു തിരുഭാഗം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 34 അധ്യായം 20 വാക്യം. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടും കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. ആമേൻ. ദൈവത്തിന്റെ തിരുവചനം വായിക്കുവാനൊക്കെ ഇടയാക്കിയല്ലോ. ഈ വേദഭാഗം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ ഒരു വേദഭാഗമാണ്. പുറപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ഒരു യാത്രയുടെ പുസ്തകം, ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട് എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ കടന്നു വരുമ്പോൾ അവരുടെ മുൻപിൽ കനാനിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വാഗ്ദത്തം കേട്ട അബ്രഹാമിനോട് കർത്താവ് വാഗ്ദത്തം ചെയ്ത് ഇങ്ങനെയാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും ചോദിച്ചില്ല. കർത്താവിന്റെ വാക്ക് കേട്ട് അബ്രഹാം പിതാവ് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര ചെയ്ത് കടന്നു വന്ന സമയങ്ങളിൽ കർത്താവ് അവന്റെ വാഗ്ദത്തം എന്താണ്? കനാൻ നാട്ടിൽ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം, ആ ദേശത്തെ അവകാശമാക്കി വന്നപ്പോഴാണ് ഒരുപാട് ചരിത്രങ്ങൾ അതിന് പിന്നിലുണ്ട്. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ആ കനാനിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് യെരിഹോം കടന്നു വേണം വരാൻ. യെരിഹോം എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുമ്പോൾ യെരിഹോം പട്ടണത്തിന്റെ പേര് തന്നെ, അതിന്റെ അർത്ഥം തന്നെ ചന്ദ്രനഗരം എന്നാണ്. യെരിഹോവിന്റെ
അപരനാമം, അതായത് മറ്റൊരു പേരെന്ന് പറയുന്നത് ഈന്ത നഗരം എന്താണ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയുടെ ഒരു നല്ല ഫലഭൂയിഷ്ടമായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ യെരിഹോ പട്ടണം. ഈ യെരിഹോ പട്ടണത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അത് ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്, നഗരമാണ് യെരിഹോ പട്ടണം. അവിടെ ഈ വാണിജ്യപരമായി നല്ല സമ്പൽ സമൃദ്ധിയുടെ ഒക്കെയുള്ള ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം. ഈ പട്ടണം കാക്കുവാൻ അവിടെ മല്ലന്മാരായ ആൾക്കാരുണ്ട്. അത് കോട്ട കെട്ടിയാണ് ഈ യെരിഹോ പട്ടണം കാത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു മനോഹരമായ സ്ഥലമാണ് യെരിഹോ പട്ടണം. ഈ യെരിഹോ പട്ടണത്തിന് മതിലിടിച്ച് വേണം അവർക്ക് അക്കരെ കടക്കുവാൻ. അങ്ങനെ ഇസ്രായേൽ മക്കൾ ആദ്യമായി കനാനിൽ പ്രവേശിക്കേണ്ടതിന് ആദ്യമായി തങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ആ യെരിഹോ പട്ടണത്തെ ഇടിച്ചു കളഞ്ഞിട്ടാണ് അവർ പിന്നീട് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് വീണ്ടെടുപ്പിന്റെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ, പെസഹ ആചരിച്ചൊക്കെ വരുമ്പോൾ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടപ്പെട്ടതിനെ പണം കൊടുത്തു വാങ്ങുക. അപ്പൊ ആ വീണ്ടെടുക്കുന്ന ആൾക്കാർക്ക് വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുക്കുന്ന ആളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരിക്കണം. ആ വീണ്ടെടുക്കപ്പെട്ട ആളെ സംരക്ഷിക്കേണ്ടതിന് അവൻ മരണമില്ലാത്ത ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ വീണ്ടെടുപ്പുകാരന് ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ഞാൻ അതൊന്നിലേക്കുമല്ല വരുന്നത്. കഴുതയെ പറ്റി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കഴുതയെ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. കഴുതയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തല കുമ്പിട്ട് നിൽക്കുക, ആരോടും ഒന്നിനുമില്ല, ആർക്കും ഒന്നിനും വേണ്ടാത്ത, പലരുടെയും ഭാരങ്ങൾ വഹിച്ച് പലരുടെയും വിഴുപ്പുകൾ ചുമന്നുകൊണ്ട് നിൽക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു മൃഗമാണെന്ത്? കഴുത. അപ്പം സകലത്തെയും വീണ്ടെടുക്കുവാൻ അതിന് തക്കതായ കാര്യങ്ങൾ, അതിന് തക്കതായ വീണ്ടെടുപ്പ് വില കൊടുത്ത് വാങ്ങുമ്പോൾ ഈ കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കണം. ആട്ടിൻകുട്ടിയുടെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാമല്ലോ, കഴുതയുടെ പ്രത്യേകതയും അറിയാം. ഈ കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്താൽ മാത്രമേ ഈ കഴുതയെ വീണ്ടെടുക്കുവാൻ പറ്റത്തുള്ളൂ. ഈ ആട്ടിൻകുട്ടിയെ കൊടുത്ത് വീണ്ടെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കഴുത്ത് ഞെരിച്ച് കൊല്ലണം. അപ്പൊ ആ കഴുതയുടെ, പലപ്പോഴും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ഭാഗമാണ്, ആ കഴുതയുടെ മനോഭാവം എന്താണ്? എന്നെ ഒന്ന് വീണ്ടെടുത്തെങ്കിൽ, എന്നെ ഈ ഭാരത്തിൽ നിന്നും വീണ്ടെടുത്തിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ഈ ഭാരം ആര് ചുമക്കും? എനിക്ക് വേണ്ടി ആരിത് കരുതും? എനിക്ക് വേണ്ടി ആരാട്ടിൻകുട്ടിയെ കൊടുക്കുമെന്ന ചിന്താഭാരത്തോടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഞാൻ അടുത്ത നിമിഷം ആരുടെയെങ്കിലും കയ്യാൽ ഞാൻ കൊല്ലപ്പെടുന്നുള്ള ഭാരത്തോടെ ഇരിക്കുന്ന കഴുതയുടെ മനോഭാവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളെ, ഒരു കാലത്ത് ഹല്ലേലൂയ വെറും പറമ്പിൽ കിടന്നതായ നമ്മെ വീണ്ടെടുത്തത് കുമാരനായ തന്റെ പുത്രനെ കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുവാനിടയായി. ഹല്ലേലൂയ. ആ കഴുതയെ രക്ഷിക്കുവാൻ മാന്യമായി ഒരു ഹല്ലേലൂയ ആട്ടിൻകുട്ടിയെ കൊടുത്ത് വീണ്ടെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. കഴുതയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ പിന്നെയുമുണ്ട്. ഹല്ലേലൂയ. എന്താണ്? ആരെങ്കിലും ആ കഴുതയെ കണ്ട് ഹല്ലേലൂയ നമസ്കരിക്കോ, അല്ലെങ്കിൽ അതിനെ കുളിപ്പിച്ച മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിനെ കൊണ്ടുപോകുമോ? ഇല്ല. അത് വീണ്ടും അതെന്താണ്? വിഴുപ്പ് ചുമക്കുന്ന ഒരാളാണ്. വിഴുപ്പ് ചുമന്ന് ഭാരം ചുമന്ന് നടക്കുന്ന ഒരാളാണ് കഴുത. ആ കഴുതയെ പറ്റി വീണ്ടും പറയുകയാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തില് ഒരു വേദഭാഗമുണ്ട്. മോവാബ് രാജാവായ ബാലാക്ക് തന്റെ ജനത്തെ ശപിക്കേണ്ടതിന് ബിലെയാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തുന്നു. ദൈവഹിതമില്ലാത്ത പാതയിലൂടെ ബിലെയാം സഞ്ചരിച്ചപ്പോൾ അവൻ നടന്നത് കുതിരയ്ക്ക് കോപ്പിട്ടല്ല കടന്നുപോയത്, അവൻ കഴുതയ്ക്ക് കോപ്പിട്ടാണ് ബാലാക്കിന്റെ അടുത്തേക്ക് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ ചെന്നത്. കർത്താവ് ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കുമെന്നാണ് അവർ തിരുവചനം നാം വായിക്കുന്നത്. നാം ഒരു മനുഷ്യന്റെ കുറവുകൾ കണ്ടവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മെ നന്നായി അറിയുന്നത് ആരാണ്? ദൈവമാണ്. ഒരു മനുഷ്യന്റെ വീഴ്ചയിലല്ല അവനെ അപകീർത്തിപ്പെടുത്തേണ്ടത്. അവന്റെ വീഴ്ച എന്തെന്ന് മനസ്സിലാക്കി അവൻ ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ മനുഷ്യനായ നമുക്ക് പലപ്പോഴും ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. അവിടെ സംഖ്യാപുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവയുടെ
യഹോവ കഴുതയുടെ വായി തുറന്നു. അപ്പോൾ ദൈവഹിതമില്ലാതെയാണ് കഴുതപ്പുറത്ത് എന്ത് ചെയ്യുന്നത്? ബിലെയാം യാത്ര തുടർന്ന് ചെന്നപ്പോൾ ഹല്ലേലൂയ, കഴുതയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ ദൂതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? പ്രവാചകനായ ബിലെയാമിന് പ്രത്യക്ഷപ്പെട്ടില്ല. ഹല്ലേലൂയ, ഒന്നിനും കൊള്ളുകയില്ലാത്ത കഴുതയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവദൂതൻ എന്ന് മനസ്സിലാക്കിയ കഴുത എന്ത് ചെയ്തു? വഴിമാറി നടന്നപ്പോൾ ബിലെയാമിന്റെ കണ്ണ് അടഞ്ഞുപോയി. ബിലെയാമിന്റെ ആത്മീയ കണ്ണടഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഒന്നിനും കൊള്ളുകയില്ലാത്ത കഴുതയുടെ കണ്ണുകളെ തുറന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ദൂതനെ മനസ്സിലാക്കിയിട്ട് വഴിമാറിപ്പോയപ്പോൾ തന്റെ യജമാനനായ ബിലെയാം ഹല്ലേലൂയ കഴുതയെ അടിക്കുകയാണ്. അപ്പോൾ കഴുത വായി തുറന്ന് സംസാരിച്ചു. അതുവരെ മിണ്ടാതിരുന്ന കഴുത ഹല്ലേലൂയ അപ്പോൾ നാവ് തുറന്ന് സംസാരിച്ചു. യജമാനനെ, നാളിതുവരെയായി നിന്റെ സകല കാര്യങ്ങളും ഞാൻ നോക്കുന്നു, നിന്റെ ഭാരം ചുമക്കുന്നു, നിന്നെ വഹിച്ച് ഞാൻ യാത്ര ചെയ്യുന്നു, ഇന്നുവരെ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് നീ എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഹല്ലേലൂയ, അടിക്കുവാൻ അവന് ആ കഴുതയെ കൊന്നുകളയുവാനായിട്ട് തുനിഞ്ഞപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ, ദൈവഹിതമില്ലാത്ത പാതയിൽ പോകുമ്പോൾ പലപ്പോഴും ദൈവം ഹല്ലേലൂയ കഴുതയാകുന്ന ഓരോ കഴുതയെ വായി തുറന്ന് സംസാരിക്കുമ്പോൾ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കണം. ഇസ്രായേൽ ജനത്തെ, തന്റെ ജനത്തെ പ്രാകുവാൻ ബിലെയാം പോയപ്പോൾ പ്രാകുവാൻ ചെന്നവൻ തിരിച്ചു ചിന്തിക്കുകയാണ്. ജനങ്ങളെല്ലാം കൂടി നിൽക്കുന്നു. ആ ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ ബിലെയാം സംസാരിക്കുകയാണ്. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഹല്ലേലൂയ, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഹല്ലേലൂയ. ആ പ്രവാചകനായ ബിലെയാമിന്റെ കണ്ണു തുറപ്പിച്ചത് ആര് മുഖാന്തരമാണ്? കേവലം ഒരു കഴുത മുഖാന്തരമാണ്. ഹല്ലേലൂയ, ആ വീണ്ടെടുപ്പിൻ നാളിൽ ഹല്ലേലൂയ താൻ ഒന്നുമില്ലാതെ ഒരാട്ടിൻ കുട്ടിയെ കൊണ്ട് ഹല്ലേലൂയ തന്നെ വീണ്ടെടുത്ത കർത്താവ് ഹല്ലേലൂയ പ്രവാചകനായ ബിലെയാമിന്റെ കണ്ണു തുറന്നു ഒരു ഹല്ലേലൂയ കഴുത. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയെ ബേത്ഫഗയിലും ബേഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരെ 2 പേരെ അയച്ചവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവ് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്ക് കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അടിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിനിൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയരിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുൻപും പിൻപും നടക്കുന്നവൻ ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇതെല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു വേദഭാഗമാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ഒരു കാലത്ത് കൊന്നുകളയാൻ ഹല്ലേലൂയ തുനിഞ്ഞ് വീണ്ടെടുക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ കൊന്നുകളയേണ്ട കഴുത ഹല്ലേലൂയ. ഒരു കാലത്ത് ഹല്ലേലൂയ യജമാനന്റെ അടിയും ഇടിയും കൊണ്ടു നടന്ന കഴുത ഹല്ലേലൂയ കർത്താവിന്റെ ദൂതനെ കാണുവാൻ, കർത്താവിനെ സഹായിക്കുവാൻ, ആ കഴുതയെ സഹായിക്കാനിടയായി. 11-ാം മർക്കോസിന്റെ സുവിശേഷങ്ങളിലെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായല്ലോ. യെരിഹോ പട്ടണം എന്ന് പറയുന്നത് ഹല്ലേലൂയ എന്താണ്? മല്ലന്മാരെ കൊണ്ട് നിറഞ്ഞപ്പെട്ട ഒരു നഗരമാണ്. അവിടെ നിന്നാണ് ഈ ഭാന്താവെല്ലാം കടന്നു വന്ന് ഇവിടെ വരെ എത്തിച്ചേരുവാൻ ഇടയായത്. യെരിഹോ പട്ടണത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ വെച്ചാണ് ഹല്ലേലൂയ നല്ല ശമരിയക്കാരൻ യെരിഹോ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ, യെരിഹോ പട്ടണം കുരുടന്മാരെ നിബിഡമായ ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം. അങ്ങനെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ യെരുശലേമിനോട് അടുത്ത് വരുമ്പോഴാണ് ഹല്ലേലൂയ വെളിം പറമ്പിൽ ഒരു കുട്ടിയെയും കുഞ്ഞിനെയും കെട്ടിയിരിക്കുന്നത്. ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത. ഞാൻ പറഞ്ഞല്ലോ കഴുതയുടെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരുടെ ഭാരം ചുമന്ന്
ഹല്ലേലൂയ, പരിഹാസമേറ്റ് ഹല്ലേലൂയ, എപ്പോഴും തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു കഴുത, ആ കഴുതയെ വീണ്ടെടുക്കുവാൻ നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്തതിനെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നെ വളരെ സന്തോഷിപ്പിക്കാനിടയായി. മറ്റുള്ളവർ ചോദിക്കും, എന്തിനാണ് ഈ കഴുതയെ കൊണ്ട് ആവശ്യം? അപ്പോൾ പറയണം, എന്റെ വീട്ടിൽ ഇതിനെ ചുമക്കാൻ എനിക്ക് കുറെ ചുമട് ചുമക്കാനുണ്ട്, വിറക് ചുമക്കാനുണ്ട്, വസ്ത്രം ചുമക്കാനുണ്ട് എന്നല്ല പറഞ്ഞേ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ. ഹല്ലേലൂയ, അതുവരെയും ഹല്ലേലൂയ വേണ്ടാതെ എല്ലാവരും പൂച്ചിച്ചിട്ട വെളിപ്പറമ്പിൽ ഒരു നല്ല കൂട് പോലും ഇല്ലാതെ അതിനെ പറമ്പിൽ കെട്ടിയിരുന്ന ഒരു കഴുതയെ കർത്താവ് ശിഷ്യന്മാരെ അടിച്ചെടുത്തോണ്ട് വരുവാണ്. അവർ ചോദിക്കും, എന്തിനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? അപ്പോൾ അവരുടെ ഉത്തരം എന്താണ്? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, വളരെ സന്തോഷം. ഹല്ലേലൂയ, ഞാൻ ആ കഴുതയായിട്ട് ഓർക്കുകയാണ്, എത്രമാത്രം സന്തോഷമുണ്ട്. ഇതുവരെ എന്നെ ആരും അഴിച്ചു കൊണ്ടുപോകാൻ ഇല്ലാതിരുന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ആളെ വിടുന്നു. എന്തിനെ? എന്നെ കൊണ്ടുപോകുവാൻ. എന്താണ്? രാജാതിരാജാവായ കർത്താവ് ഹല്ലേലൂയ വാഹനമേറുവാൻ കുതിരയല്ല എടുത്തത്. ഹല്ലേലൂയ, പ്രൗഢഗംഭീരമായ രഥത്തിനല്ല വന്നവൻ, കഴുതപ്പുറത്ത് വാഹനമേറി. ഹല്ലേലൂയ, തെരുവീതിയിലൂടെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ തന്റെ യജമാനന്മാർ ഹല്ലേലൂയ അത്രയും ശ്രേഷ്ഠകരമായ പ്രൗഢഗംഭീരത്തോട് നിന്ന ആൾക്കാർ മുഴുവനും തങ്ങളുടെ വസ്ത്രം ഊരി ഈ കഴുത മേലെടുക്കുകയാണ്. ഹല്ലേലൂയ, ആ കഴുതയുടെ ഉള്ളിലെ സന്തോഷം എന്താണ്? ഹല്ലേലൂയ, ഇതുവരെ ഞാൻ വിഴുപ്പ് ചുമന്ന് നടന്നതാണ്. ഇന്ന് സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമേ, ഞാൻ ഒന്ന് പറയട്ടെ, നീ നിരാശയോടെ ദൈവസന്നിധിയിൽ നിന്നെ കൊള്ളുകയില്ലെന്ന് മാറ്റി നിർത്തുമ്പോൾ പിതാവായ ദൈവം നിന്നെ മാടി വിളിക്കുന്നു. ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വരുന്നു, നിന്റെ പുറത്ത് കയറി എനിക്ക് യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ, അതുവരെ ഇല്ലാത്ത സന്തോഷം ആ കഴുതയുടെ ജീവിതത്തിലുണ്ടായി. ലോകരക്ഷിതാവായ കർത്താവ് എന്റെ പുറത്ത് കയറി വാഹനമേറി ഞാൻ നടക്കുന്നു. അപ്പോൾ അതുവരെ ചെളിയിൽ കൂടി നടന്ന കഴുതയ്ക്ക് നടക്കുവാൻ വസ്ത്രങ്ങൾ ഊരി എല്ലാവരും ഹല്ലേലൂയ പാതയോരത്തിടുകയാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ, തന്റെ പുറത്തിരിക്കുന്നത് ആരാണ്? രാജാതിരാജാവും കർത്താതി കർത്താവും എന്റെയും പാപങ്ങൾക്ക് വേണ്ടി 33 തിരുവയസ്സിൽ ആ ക്രൂശിൽ ഹല്ലേലൂയ പിടഞ്ഞു മരിച്ച് തന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ പിതാവായ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ ഓരോരുത്തരെയും സന്നിധിയിൽ കടന്നു വന്നപ്പോഴാണ്, ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ ഇത്രത്തോളം സന്തോഷത്തോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഒരു രാജാവാണ് ഹല്ലേലൂയ ഈ കഴുതയുടെ പുറത്ത് കയറുവാനിടയായി തീർന്നത്. വെറും രാജാവല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, 10 രാജ്യത്തിന്റെ രാജാവല്ല, ഭൂലോകത്തിന്റെ ഉടമനായ രാജാതിരാജാവ് ഈ ഒന്നിനും കൊള്ളുകയില്ലാത്ത വെളിപ്പറമ്പിൽ കിടന്ന് ഈ കഴുതയുടെ പുറത്ത് കയറുവാൻ കഴുതയുടെ ഭാഗ്യം ഹല്ലേലൂയ അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ബലമുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, അത് മാത്രമല്ല ഹല്ലേലൂയ വസ്ത്രം പാതയോർത്തിടുകയല്ല, പറമ്പിൽ നിന്ന് ചില്ലി കൊമ്പുകൾ വിട്ട് എടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവം നടക്കുന്നവർ എന്താണ് പറയുന്നത്? മുൻപും പിൻപും നടക്കുന്നവർ ഹല്ലേലൂയ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹോശന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ രക്ഷിച്ച. ഹല്ലേലൂയ, ഇപ്പോൾ രക്ഷിച്ച. ഹോസന പാടിക്കൊണ്ട് ഹല്ലേലൂയ നമ്മെല്ലാവരും പെസഹയ്ക്ക് മുമ്പ് ആചരിക്കുന്ന ഒരു ഹോസാന ഞായറാഴ്ച. ആ ഹോസാന എന്ന് പറയുന്നത് വെറും കുരുത്തോലങ്ങൾ താണ്ടിയല്ല, ആട്ടിനല്ല. ഇപ്പോൾ രക്ഷിച്ച. ഏത് പാപത്തിന്റെ പടുകുഴിയിലായിരുന്നാലും ഇപ്പോൾ രക്ഷിക്കുവാൻ നീ കർത്താവിനെ രക്ഷിതാവായി സ്വന്തം രക്ഷിതാവ് ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ എത്ര പാവം കടുപ്പം ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, മുൻപും പിൻപും നടക്കുന്നവർ ഹോസന, കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെടാൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാട്ടെ. അത്യുന്നതങ്ങളിൽ ഹോസന എന്ന് ആർത്ത് പാടിക്കൊണ്ടിരുന്നു. അത്യുന്നതങ്ങളിൽ ഹോസന. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ
ഹല്ലേലൂയ. നീ ഒരു കഴുതയായിരുന്നാലും ഹല്ലേലൂയ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നിന്റെ വായ ആരെല്ലാം അടച്ചു വെച്ചാലും നിന്നെ വായ് തുറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ആരൊക്കെ നിന്നെ പഠിച്ചു മാറ്റി നിർത്തിയാലും യഹോവയുടെ നാമത്തിൽ ഹോസന്ന പാടുമ്പോൾ നിന്റെ സകല ലംഘനങ്ങളും പാപങ്ങളും ക്ഷമിച്ചു തന്ന് കർത്താവിനെ ഉയർത്തുവാൻ ഈ ഹല്ലേലൂയ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഭവനാന്തരീക്ഷിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ ഭാരത്തോടെ ആയിരിക്കുന്നുവോ, രോഗത്തോടെ ആയിരിക്കുന്നുവോ, ദുഃഖത്തോടെ ആയിരിക്കുന്നുവോ, പ്രതിസന്ധികളായിരിക്കുന്നുവോ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്ക്. കർത്താവിന് വാഹനമേറുവാൻ നീ വിട്ടുകൊടുക്ക്. നിന്റെ ജീവിതത്തിന് ദൈവ ഈ ദിവസങ്ങളിൽ വിരാമം കൽപ്പിക്കും. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്ത കർത്താവ് എന്താണ്? ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ആ ആട്ടിൻകുട്ടിയാണ് പിതാവ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഓമന കുമാരനായ പുത്രനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, പാപത്തിന്റെ പങ്കുലമായ പാതയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുവാൻ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ താഴാൻ, കർത്താവിന് മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് വാഹനമേറുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ഇതുവരെയും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഇന്ന് പകലിൻ്റെ മണിക്കൂറുകളിലൊക്കെയും അവർ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത അപ്പോൾ കൃപകൾക്കായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. അപ്പോൾ നീ ഉണ്ടാക്കിയ ദിവസം ഞങ്ങൾക്ക് സന്തോഷിച്ച് ആനന്ദിപ്പാൻ തന്ന കൃപയ്ക്കായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ ഞങ്ങൾ ആശയോടെ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പുത്രനാം ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധമാർന്ന രക്തത്താൽ ഞങ്ങളെ ആരംഭ സമയം നിന്ന് കഴുകുകയും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അളവില്ലാതെ പകരുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്നൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് വന്നതുപോലെ ആരും മടങ്ങിപ്പോവാൻ ഇടയാകരുതപ്പ. ഹല്ലേലൂയ. നാഥാ, നീ കടന്നു വരണമേ. ഹല്ലേലൂയ. ഈ സമയം അത്രയും പ്രിയ മക്കളുടെ നാവിൽ കൂടി അവിടുത്തെ ചന്തമായി സംസാരിച്ചതിനോർത്ത് അപ്പ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിപ്പിക്കുന്ന വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി അപ്പ. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന വചനം ഞങ്ങളുടെ മധ്യത്തിൽ മുടങ്ങിയതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവെ, വീണ്ടെടുക്കുന്ന വചനം ഇനി ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇന്ന് വീണ്ടും ജനനം നൽകണമേ. ഹല്ലേലൂയ. പിതാവാം ദൈവമേ, അവിടെ ഞങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. പുത്രനാം ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിക്കുന്ന ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ചില അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ അപ്പ. ഹല്ലേലൂയ. ചില അതിശയങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ സ്വർഗം ചെയ്യുന്ന സമയമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളെ ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്നവർ കർത്താവെ ഏതെല്ലാം ഭാരവിഷയങ്ങളോടെയാണോ കടന്നു വന്നത്, ഹല്ലേലൂയ, അതിന്റെ മേലെല്ലാത്തിന്റെ മേലും ഇന്ന് പരിഹാരം വരുത്തുന്ന ദിവസമാകിയാൽ നന്ദി അപ്പ. ഹല്ലേലൂയ. യേശുവേ, നീ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നതിന് നന്ദി. ഹല്ലേലൂയ. 2 or 3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ. ഹല്ലേലൂയ.
അപ്പാ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നതിന് നന്ദി. ഹല്ലേലൂയ. ആ കഴുതമേൽ ദേവാലയത്തിലേക്ക് കടന്നു വന്നവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. അപ്പനെ സ്തുതിക്കുകയാണ്, അപ്പാ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പാ നിന്റെ മുറിഞ്ഞ കരം ഓരോരുത്തരുടെ മേലും വെക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. കടഭാരത്തിലിരിക്കുന്നവർക്കൊരു വഴി തുറന്നു തരണമേ അപ്പാ. ഐശ്വര്യവും സമ്പത്തും ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്നയോളം ഞങ്ങളെ പരിപാലിച്ചതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങൾ നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ചേർന്നിരിക്കട്ടെ അപ്പാ. നിന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. സ്വന്തമായി ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയവും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. തന്ന എല്ലാം നമ്മൾക്കായി സ്തോത്രം അപ്പാ. കൃപകൾക്കായി സ്തോത്രം. എന്ന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരാതെ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവരുടെ മേലും നിന്റെ ആണിപ്പാടുകരം ഇപ്പോൾ ചലിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ ചലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിട്ടിട്ട് പോന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഓൺലൈൻ വഴിയായി ഈ ശബ്ദ സന്ദേശം ശുശ്രൂഷ കേൾക്കുന്ന ഓരോരുത്തരെയും അവർ സന്ദർശിക്കണമേ അപ്പാ. നീ അവരെ സന്ദർശിക്കണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അവരുടെ ആവശ്യങ്ങളോട് കൂടിയിരിക്കണമേ. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തിലുള്ള രോഗികളെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഒരു സൗഖ്യമുണ്ടാവട്ടെ കർത്താവേ. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ദൈവമേ അളവില്ലാത്ത ഒരു ഒഴുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ നൽകണമേ. ഞങ്ങളുടെ ആത്മാക്കളെ കഴുകണമേ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ മരണം എപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു വന്ന് നിന്റെ രാജ്യത്തിൽ എത്തിയാലും ഹല്ലേലൂയ അപ്പനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്നവരോട് ചേർന്ന് ദൂതന്മാരോട് ചേർന്ന് അപ്പനെ ആരാധിപ്പാൻ ഞങ്ങൾ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ശുശ്രൂഷ മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം അപ്പ. അടിയനക്കായി ജീവൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേറില്ല ആശയം നിന്റെ യേശു മാത്രമേ, എനിക്കു വേറില്ല ആശയം നിന്റെ യേശു മാത്രമേ. എവിടെ പോയി ഞാൻ അവന ജീവൻ വെക്കണം, എവിടെ പോയി ഞാൻ അവന ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സു നൽകണേ, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സു നൽകണേ. ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, വരികിലെന്നിലരികിലേശു കരുണ സമുദ്രമേ, വരികിലെന്നിലരികിലേശു കരുണ സമുദ്രമേ. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോതിടാം, തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോതിടാം, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്കു പാടില്ല, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്കു പാടില്ല. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി, കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി. ധരയിൽ അവനു ചീയർ വിളിപ്പാനുള്ള കൊതിക്കുന്നേ, ധരയിൽ അവനു ചീയർ വിളിപ്പാനുള്ള കൊതിക്കുന്നേ. മഹത്വമുള്ളവൻ പണ്ടു കഴുതമേട്ടന്റെ, മഹത്വമുള്ളവൻ പണ്ടു കഴുതമേട്ടന്റെ. സിഹിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും, സിഹിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും. യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ. നാശമില്ല രാജ്യമിതിലെ രാജനും തന്നെ,
നാശമില്ല രാജ്യമതിലെ രാജനും തന്നെ. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ, ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ, മോശക്കാരൻ ഇവിടെ കണ്ടു കൂടെ വാണിടും. മോശക്കാരൻ ഇവിടെ കണ്ടു കൂടെ വാണിടും. നിനക്കു വേണ്ടി ഞാൻ തരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ തരയിലെന്തു വേണമോ. എനിക്കു വേറില്ലാശയം എൻ്റെ യേശു മാത്രമേ, എനിക്കു വേറില്ലാശയം എൻ്റെ യേശു മാത്രമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്വർഗരാജ്യം. ഇന്ന് നാം ചിന്തിക്കുന്നത് എൻ്റെ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിപ്പാനാണ് സ്വർഗത്തിലെ ദൈവം ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന്? ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കൊലസ്യർ ലേഖനം 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. കൊലസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് നാം വായിച്ചു കേട്ടത്? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതായ പ്രത്യാശ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പ്രത്യാശയുണ്ട്? എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ചിലതെല്ലാം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ദൈവത്തിന് നമുക്ക് സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് അങ്ങ് മുകളിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും. അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഓ, നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നവനായ യേശു. ഹല്ലേലൂയ. പോയതായ യേശു. ഹല്ലേലൂയ. എന്താണ്? സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എത്ര പേർ ചിന്തിക്കുന്നുണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു പ്രത്യാശ, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ? പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വലതുഭാഗത്ത് നമ്മുടെ പുത്രനായ യേശു ഇരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് ആ പാദപീഠം ചുംബിപ്പാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവന്റെ ആ മുറിവുകൾ നമുക്ക് ചുംബിക്കാം. ഹല്ലേലൂയ. അവനൊരു ആശ്വാസം നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ മൂലമാകുന്നു നിന്റെ കാലുകളിലേക്ക് ആ കാര്യനിർമ്മാണങ്ങൾ അടിച്ചത്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാകുന്നു അപ്പാ നിന്റെ കൈകളിലേക്ക് ആ കാര്യനിർമ്മാണങ്ങൾ അടിച്ചത്. നിന്റെ ശിരസിലേക്ക് മുൾമുടി വെച്ചത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിയത്. ഹല്ലേലൂയ. നിന്റെ പുറമെല്ലാം ഒഴിവുചാല് പോലെ അടിച്ച് കീറപ്പെട്ടത്. ഹല്ലേലൂയ. ഓ, മരത്തിൽ മേൽ തൂങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ശാപങ്ങളും നമ്മുടെ പാപങ്ങളും. ഹല്ലേലൂയ. നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം യേശുവിന്റെ മേലായത്. ഹല്ലേലൂയ. അവന്റെ ആ മുറിവുകൾ. ഹല്ലേലൂയ. ഒന്ന് ചുംബിക്കാം പ്രിയപ്പെട്ടവരെ. അപ്പനോട് നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അവന്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കാം. ഹല്ലേലൂയ. രാജാതിരാജന്റെ സന്നിധിയിലേക്ക് കിടന്നു ചെല്ലാം. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന യേശുവിന്റെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും ഭാവിയെക്കുറിച്ച് നാളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങളും എല്ലാം പറയാം. ഹല്ലേലൂയ. ചിലരെല്ലാം രോഗത്താൽ വലഞ്ഞ് ഹല്ലേലൂയ ഹോസ്പിറ്റലുകളിലായിരിക്കുന്നു. സർജറി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പനോട് പറയാം. ഹല്ലേലൂയ. അപ്പന്റെ സൗഖ്യം നിങ്ങൾക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ ജീവൻ പ്രാപിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ.
we always thank God, the Father of our Lord Jesus Christ, when we pray for you, because we have heard of your faith in Christ Jesus and of the love you have for all the saints, the faith and love that spring from the hope that is stored up for you in heaven and that you have already heard about in the word of truth, the gospel. ഹല്ലേലൂയ. എന്റെ രാജ്യം ഒരുങ്ങി കഴിഞ്ഞു എന്ന് അറിയിപ്പാൻ ഇന്ന് നമ്മുടെ കർത്താവ് അടിയനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, സ്വർഗത്തിലെ അപ്പന്റെ രാജ്യം ഒരുങ്ങി കഴിഞ്ഞു. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ രാജ്യത്ത് പ്രവേശനമുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയശുദ്ധി വേണം. ഹല്ലേലൂയ. അപ്പ ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ ഈ സമയം അവിടുത്തെ ക്രൂസിന്റെ ചുവട്ടിൽ തുറന്നു വെക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പന്റെ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഹൃദയത്തിന്റെ ശുദ്ധി വേണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളുടെ ഹൃദയം തുറക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലേക്ക് രാജാതിരാജനായ യേശുവേ അവിടുന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ആ യെരൂശലേം ദേവാലയത്തിലേക്ക്, ഹല്ലേലൂയ, ആ കഴുതമേൽ നടവുണ്ട്. ഹല്ലേലൂയ. ആലയത്തെ ശുദ്ധീകരിച്ചതുപോലെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ശുദ്ധീകരിക്കുന്ന ദിവസമാണല്ലോ. ഹല്ലേലൂയ. അപ്പൊ അതിനായി നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് നടന്ന് കയറി വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. യേശു നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് അവന്റെ പരിശുദ്ധി നമ്മളിലേക്ക് പകരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാത്ത ഹൃദയമുള്ളവരാണ് നാം. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യന്റെ ഹൃദയം കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, ഹല്ലേലൂയ, വ്യഭിചാരം, പരസംഗം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നു ഉറവ പോലെ ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഈ ഹൃദയം മാറ്റി ഒരു പുതിയ ഹൃദയം തരാമെന്ന്, യേശുവിന്റെ വിശുദ്ധിയുള്ള ഒരു ഹൃദയം തരാമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ യേശുവിന്റെ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയൂ എന്ന്. ഹല്ലേലൂയ. അത് കൂടുതൽ പ്രഭയോടും, അതായത് ഒരു തുരങ്കം കാണാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാക്കൾ ഈ ശരീരം വിട്ട് പുറന്നു കിടക്കുമ്പോൾ ഒരു തുരങ്കം, ഹല്ലേലൂയ, അത് കൂടുതൽ പ്രഭയോടും പല വർണ്ണങ്ങളുള്ളതും വെട്ടിത്തുളങ്ങുന്നതുമായ ചില വജ്രങ്ങൾ, മരതകം എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ തുരങ്കത്തിനുള്ളിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാക്കൾ കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു കടൽ തീരം, ഹല്ലേലൂയ, അതിൽ വെള്ളം നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അഴുക്ക് രക്തം പോലെ കാണപ്പെട്ടിരിക്കുന്നു. അത് ഓരോ ആത്മാക്കളുടെയും പാപക്കറകൾ കഴുകിയ യേശുവിന്റെ രക്തമാണത്. നാം ആ സമുദ്ര തീരത്തേക്കാണ് ആദ്യം നമ്മുടെ ആത്മാക്കൾ കടന്നു ചെല്ലുക. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാക്കളെല്ലാം കഴുകിയതായ യേശുവിന്റെ രക്തക്കറയുള്ള ആ നദി കാണുവാൻ കഴിയും, ആ വെള്ളം കാണുവാൻ കഴിയും. ഓരോ ആത്മാക്കളുടെയും പാപക്കറകൾ കഴുകിയ യേശുവിന്റെ രക്തമാണത്. ഹല്ലേലൂയ. എന്റെ രാജ്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരെയും കാംക്ഷിക്കുന്നവരെയും ഇവിടെ പ്രവേശിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർ അതിനുവേണ്ടി കാംക്ഷിക്കുന്നു, എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവിടെ വീണ്ടും കാണുവാൻ കഴിയുന്നത് തൂവെള്ള നിറമുള്ള പവിഴം കൊണ്ടുണ്ടാക്കപ്പെട്ട അതിമനോഹരമായ ഒരു കവാടം കാണാൻ കഴിയും. ഹല്ലേലൂയ. തുടർന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ വലിയ വെള്ള കൊട്ടാരങ്ങൾ കാണാൻ കഴിയും. നദികൾ, അതിനു ചുറ്റും ചാരനിറമുള്ള കാൽമതിലുകൾ, അതിനോട് ചേർന്ന് പച്ച നിറമുള്ള വൃക്ഷങ്ങൾ. ഹല്ലേലൂയ. അതിമനോഹരമായ സ്ഫടികം പോലെ തിളങ്ങുന്നതായ ചില വെള്ളം. ഹല്ലേലൂയ. ഈ നദിയുടെ തീരത്ത് മരങ്ങളുടെ പിറകിലായി മനോഹരമായ വെള്ള കെട്ടിടങ്ങൾ, പല വർണ്ണ പൂക്കളും ഇടതൂർന്ന ഇലകളുമുള്ള വൃക്ഷങ്ങളും കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട തൂവെള്ള കൊട്ടാരങ്ങൾ. ഹല്ലേലൂയ. കിരീടധാരികളും മനോഹരമായ അങ്കി ധരിച്ചവരുമായ ആളുകളെ കൊണ്ട് ആ മുറി നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിലെ ഒരു സൗന്ദര്യത്തെയും സ്വർഗത്തിലെ മഹനീയ സൗന്ദര്യത്തോട് തുലനം ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എത്ര മനോഹരമുള്ള, എത്ര സൗന്ദര്യമുള്ള സാധനം, എത്ര മനോഹരമായ ഒരു കാഴ്ചയെക്കാളും അതിലും മനോഹരമായതാണ് സ്വർഗത്തിലെ കാഴ്ചകൾ. ഹല്ലേലൂയ. ആ മഹനീയ സൗന്ദര്യത്തോട് തുലനം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. അതുപോലെ അമ്മമാർക്ക് വേണ്ടാത്തതായി കുഞ്ഞുങ്ങൾ കിടക്കുന്ന വെയർഹൗസ് പോലെയുള്ള ഒരു വിശാലമായ മുറി. ഹല്ലേലൂയ. ഇവരുടെ മാതാക്കൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കാമെന്ന്, അവർക്ക് മടക്കി കൊടുക്കുമെന്ന് കർത്താവ് അറിയിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഈ കുഞ്ഞുങ്ങളെ, അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഈ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഗർഭചിത്രം ചെയ്യപ്പെട്ടവരാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ ഗർഭചിത്രം ചെയ്യപ്പെട്ടതായ ചില കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, കർത്താവ് ഉറക്കെ പറയുന്നുണ്ട്, ഗർഭചിത്രം ഞാൻ വെറുക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഏറ്റവും നീചമായ പാപങ്ങളിൽ ഒന്നായി അതിനെ കാണുന്നു എന്ന്. ഹല്ലേലൂയ. ഗർഭചിത്രം വെറുക്കുന്നു. ഹല്ലേലൂയ. ഗർഭചിത്രം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, അവർ സ്വർഗത്തിൽ അവരെ ദൈവം കരുതിയതായ ഒരു പ്ലേസ് അവർക്കുണ്ട്. ഹല്ലേലൂയ. ഒരു വെയർ ഹൗസ് പോലെ വിശാലമായ ഒരു മുറി. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ ഗർഭചിത്രം ചെയ്യപ്പെടുന്നു എന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗർഭചിത്രം സ്വർഗത്തിൽ ദൈവം വെറുക്കുന്നു എന്ന് അറിയിപ്പാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ഗർഭചിത്രം ചെയ്യപ്പെട്ടവരാരെങ്കിലും ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുദപിക്കണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ ദൈവം വെറുക്കുന്നതായ ഒരു പാപമാണ്. ഹല്ലേലൂയ. അമേരിക്കൻ ഐക്യ നാടുകളിൽ ഒരു 4 പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കുഞ്ഞ് അബോർഷനായി പോയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിലും അബോർഷൻ ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, വെറുക്കുന്നു എന്ന് അറിയിപ്പാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഗർഭചിത്രം ഞാൻ വെറുക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഏറ്റവും നീച പാപങ്ങളിൽ ഒന്നായി അതിനെ കാണുന്നു എന്ന്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ ജീവിതത്തിൽ അവരുടെ ഗർഭപാത്രം ഒരു കൊലപാതക കളമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ആ ഗർഭപാത്രത്തെ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കൂ. അവന്റെ പാദപീഠം കെട്ടിപ്പിടിച്ച് നിങ്ങൾ കരയൂ. ഹല്ലേലൂയ. ആ ഗർഭചിത്രം മൂലം വന്നിരിക്കുന്നതായ പാപവും ശാപവും യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഇപ്പോൾ ഈ സമയം കർത്താവ് മുറിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രിയ മാതാപിതാക്കളെ, ഹല്ലേലൂയ, അപ്പനും പിതാവും മാതാവും ചേർന്നായിരിക്കുമല്ലോ അതിന് മുതിർന്നിട്ടുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ഓർത്ത് അനുദപിക്കണമെന്ന് ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ ദൈവം കരുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവരെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ അനുഗ്രഹിച്ചു. സ്തോത്രപ്പ. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ അനുഗ്രഹിച്ചു എന്ന്. ഹല്ലേലൂയ. അവനെ തൊടേണ്ടതിന് ചില ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങളെ യേശുവിനരികിൽ കൊണ്ടുചെല്ലണം പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തോടെ യേശുവിനരികിലേക്ക് നിങ്ങൾ എത്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. യേശു തൊട്ടാൽ, ഹല്ലേലൂയ, അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനായ യേശു. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. അവരെ യേശു ഇപ്പോൾ തൊടുകയാണ്. ഹല്ലേലൂയ. അവന്റെ മൃദുത്വമുള്ളതായ സൗഖ്യമാക്കുന്ന കരം, ഹല്ലേലൂയ, അവരുടെ മേൽ വെക്കുകയാണ് അപ്പൻ. ഹല്ലേലൂയ. ഓ ശിശുക്കളെ തലോടുന്നവനായ ഒരു യേശു. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിനെ നിങ്ങൾ അനുഭവിക്കണം കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. യേശു ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. അവൻ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഹല്ലേലൂയ. ഈ ചെറുപ്രായത്തിൽ തന്നെ, ഹല്ലേലൂയ, യേശുവിനെ രുചിച്ചറിയാൻ ഒരു കുഞ്ഞിന് ഭാഗ്യം കിട്ടി. അവൻ കർത്താവിനെ സാക്ഷിച്ചു നിങ്ങൾ കേട്ടുവല്ലോ. ഹല്ലേലൂയ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് യേശു നല്ലവനെന്ന് പറയുവാൻ, ഹല്ലേലൂയ, അവന്റെ നാവിന്മേൽ യേശു കൊടുത്ത അഭിഷേകം. ഹല്ലേലൂയ. അവനെ വലിയതാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ എണീറ്റ് വരും. ഹല്ലേലൂയ. ബാല്യക്കാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇത് അന്ത്യകാലഘട്ടമാണ്. ഹല്ലേലൂയ. സകല ജഡത്തിന്റെ മേലിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം പകരുകയാണ്. ഹല്ലേലൂയ. ശിശു ഹൃദയം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇന്നൊരു ശിശു ഹൃദയം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ.
അവൻ പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വിടുവാൻ, ഹല്ലേലൂയ, വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതെന്ന്. ഹല്ലേലൂയ. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ശിശുക്കളായി തീർന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഒരു ശിശുഹൃദയം എത്ര പേർ ആഗ്രഹിക്കുന്നു? അപ്പാ, എനിക്കൊരു ശിശുഹൃദയം തരണമേ, കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ? അവരുടെ നൈർമല്യം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം അങ്ങനെയാണോ? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പാ, ഞങ്ങൾക്കൊരു ശിശു ഹൃദയം തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണം. വിശുദ്ധിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. അപ്പാ, ഒരു ശിശു ഹൃദയം തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചു വിടണം അപ്പാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കുന്ന യേശുവിനെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ സാക്ഷിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പറയൂ, നല്ലവനായ യേശു ഒപ്പം ജീവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ അപ്പ എന്ന് വിളിക്കൂ. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് അപ്പന്റെ ആ പാദപീഠം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ യേശു മറികടന്ന് പോവുകയില്ല. ഹല്ലേലൂയ. ഓ, കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാം യേശുവിനോട്. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യപാനിയായ പിതാവിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം യേശുവിനോട്. നിങ്ങളുടെ പ്രാർത്ഥനയെ മറികണ്ണം കടന്നു പോകുന്നവനല്ല യേശു. ഹല്ലേലൂയ. ശിശുക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവനായ ഒരു യേശു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ യേശുപ്പൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് ആൻസറുകൾ പറഞ്ഞു തരും. ഹല്ലേലൂയ. അവനോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ തലച്ചോറിന്മേൽ യേശുവിന്റെ ഒരു തുള്ളി രക്തം വീണാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ പഠിച്ചതെല്ലാം അവിടെ സീലായിക്കൊള്ളും. ഹല്ലേലൂയ. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, ഞങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു തുള്ളി രക്തം നിങ്ങളുടെ ശിരസിന്മേൽ വീണാൽ, തലച്ചോറിന്മേൽ വീണാൽ നിങ്ങൾ പഠിക്കുന്നതായ കാര്യങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ യേശുവിനോട് പറയണം, യേശുവേ, ഒരു തുള്ളി രക്തം എൻ്റെ കണ്ണിലൊന്ന് വീഴ്ത്തണം. എന്നിട്ട് നിങ്ങൾ വായിക്കാൻ ഇരിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ തലച്ചോറൊന്ന് ഒന്ന് തെളിമയുള്ളതാകട്ടെ. ഹല്ലേലൂയ. അതിലെ മാലിന്യങ്ങളും അഴുക്കുകളെല്ലാം മാറിയാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആകുവാൻ കഴിയും. ഹല്ലേലൂയ. വേറെ കുറുക്കു വഴികളൊന്നുമില്ല ക്ലാസ്സിൽ ഫസ്റ്റ് ആകുവാൻ. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു തുള്ളി രക്തം നിങ്ങളുടെ ശിരസിന്മേൽ വീഴ്ത്തൂ. നിങ്ങളുടെ തലച്ചോറിന്മേൽ വീഴ്ത്താൻ അപ്പനോട് പറയൂ. നിങ്ങളുടെ തലച്ചോറ് വിശുദ്ധമാകും പ്രിയപ്പെട്ടവരെ. കുഞ്ഞുങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ബുദ്ധി ഈ സമയം പകരട്ടെ. തെളിഞ്ഞ ബുദ്ധി, അഭിഷേകം ബുദ്ധി. ഹല്ലേലൂയ. കർത്താവേ, അവരുടെ തലച്ചോറിന്മേൽ ഒരു അഭിഷേകം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, അവർ സൂപ്പർ നാച്ചുറൽ ആയിട്ട് യേശുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി തീപ്പന്തങ്ങളാവുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അതിനായി ഒരു തീപ്പൊരി, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ മേലിലേക്ക് പകരണമേ. സ്വർഗ്ഗത്തിൽ നിന്ന് തീ വാരി എറിയണമേ. ഹല്ലേലൂയ. അപ്പാ, ഇന്ന് തീപ്പൊരി പകരുന്ന സമയമാണ്. ഹല്ലേലൂയ. എന്താണ് വായിച്ചത്? People were bringing little children to Jesus to have him touch them, but the disciples rebuked them. When Jesus saw this, he was indignant. He said to them, "Let the little children come to me, and do not hinder them, for the kingdom of God belongs to such as these. I tell you the truth, anyone who will not receive the kingdom of God like a little child will never enter it." And he took the children in his arms, put his hands on them and blessed them. അത് യേശു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളോടുള്ള കർത്താവിന്റെ ആർദ്രതയും സ്നേഹവും വലുതാണ്. അതുകൊണ്ട് ഗർഭചിത്രം, ഗർഭം അലസിപ്പിച്ച് കളയുന്നത് കർത്താവിന് വളരെയധികം ദുഃഖം നൽകുന്നു. ഹല്ലേലൂയ. ഈ വലിയ പാപത്തിനെതിരായി കർത്താവിന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം മുഴങ്ങുന്നു. ഞാൻ ഗർഭചിത്രം വെറുക്കുന്നു എന്ന് കർത്താവ് ഇപ്പോൾ പറയുകയാണ്. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ ഗർഭചിത്രം വെറുക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവതികളെ, ഹല്ലേലൂയ, നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ വളർത്തൂ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ല എങ്കിൽ ഇന്ന്, ഹല്ലേലൂയ, ചൈൽഡ് ലൈൻ പോലെയുള്ള അനേകം അനാഥാലയങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുതേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കെഞ്ചി അപേക്ഷിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുതേ എന്ന്.
ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുതേ എന്ന്. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭപാത്രം ഒരു കുലപാതകക്കളമായി വരരുതേ എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടും സ്നേഹത്തോടും നിന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഗർഭചിത്രം സ്വർഗത്തിലെ ദൈവം വെറുക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ പാപത്തിൽ വീണവർ ഉണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഗർഭചിത്രം നടന്ന അമ്മമാർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ. അവർ ഒരു നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഒന്ന് കരയണം, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കഴുകണം. പക്ഷെ ആ കുഞ്ഞുങ്ങൾ അനാഥമായി പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിച്ചു കാണും ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അല്ല ഒരു മാസമല്ലേ ആയുള്ളൂ, അല്ല 3 മാസമല്ലേ ആയുള്ളൂ കുഞ്ഞിനെ നശിപ്പിച്ചിരിക്കാമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ആ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഗർഭചിത്രം വെറുക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ വിടുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് വിശ്വാസം ജനങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഇന്ന് പലരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാൻ എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ എന്ത് കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലം. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവം പറയുന്നത് എന്നെ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നവരാകൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ? ആൻഡ് without faith it is impossible to please God, because anyone who comes to him must believe that he exists and that he rewards those who earnestly seek him. എന്താണ് നാം വായിച്ചത്? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തിന് അരികിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾ ഇന്ന് ഈ കാലവൃത്രവാടിന്റെ അങ്കണത്തിൽ വന്നിരിക്കുന്ന ഈ സമയം, ഹല്ലേലൂയ, അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ പാദപീഠത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യനെ കാണുവാനല്ല നിങ്ങൾ വന്നത്. ഹല്ലേലൂയ. അദൃശ്യനായി, ഹല്ലേലൂയ, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശു, ഹല്ലേലൂയ, നമ്മളെ സന്ദർശിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യോഗ്യത? ഹല്ലേലൂയ. കർത്താവെ, പാപം പെരുകിയെടുത്ത് കൃപാത്യന്തം വർദ്ധിച്ചു. ചില പാപികൾ, കൊടുക്രൂര പാപികൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്, ഹല്ലേലൂയ, അവൻ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പാപികളെ വീണ്ടെടുക്കുവാൻ കടന്നു വന്നവൻ. ഹല്ലേലൂയ. ഓ, നിന്റെ നന്മയൊന്നും കണ്ടിട്ടൊന്നുമല്ല യേശു വരുന്നത്. ഹല്ലേലൂയ. അവൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട് സ്നേഹിച്ചവനായ യേശു ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്തെ അവൻ സന്ദർശിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് പ്രയോജനം? ഹല്ലേലൂയ. ഓ, അവന്റെ അരികിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു അവന്റെ സന്ദർശനം? ഹല്ലേലൂയ. അവൻ ഈ ദേശത്ത് സന്ദർശിക്കുകയാണ്. തന്റെ വചനമായിട്ട് അവൻ സന്ദർശിക്കുകയാണ്. ഹല്ലേലൂയ. വചനമാവുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ ഓളം വെട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാകുന്നു ദൈവം. ഹല്ലേലൂയ. വചനമാകുന്ന യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അവനെ തൊടുന്നു? ഹല്ലേലൂയ. അവനിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്.
ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നും ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നും ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തെനിക്കറിയുകില്ല. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തെനിക്കറിയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കിടുന്ന ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് ചെല്ലാം. ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് മുന്നോട്ട് നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസമുള്ളവരാവുക. വിശ്വാസം നമ്മളെ ഹല്ലേലൂയ അത് നമ്മെ സ്വർഗത്തിലെത്തിക്കും. ഹല്ലേലൂയ. വിശ്വാസമാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളൊരു വിശ്വാസിയാണോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വാക്യം കൂടി നമുക്ക് വായിച്ച് ഇന്നത്തെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമൻ സഭയോട് പറയുകയാണ്. എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നെന്ന്. ഇന്ന് നാം അനേകരെ യാഗം കഴിപ്പാൻ പോകുന്നവരാണ്. എന്ത് കൊടുത്താലാണ് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുക എന്നാണ് അനേകരുടെയും ചിന്ത. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്,
അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശിന്റെ ചുവടാണ് ആ യാഗപീഠം. ഹല്ലേലൂയ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ശരീരത്തിലെ ഓരോ അവയവങ്ങളെ, ഹല്ലേലൂയ, ഞങ്ങളുടെ തലച്ചോറ്, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ നാവ്, ഞങ്ങളുടെ ചുണ്ടുകൾ, കർത്താവെ, ഞങ്ങളുടെ തലച്ചോറിനുള്ളിലുള്ള സെറിബ്രല്ലം, മെഡുല്ല ഓബ്ലങ്കേറ്റ, അറിയാവുന്ന പേരുകളെല്ലാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ്, നമ്മുടെ കൈകൾ, നമ്മുടെ അസ്ഥികൂടം, മജ്ജ, ഞരമ്പ് എല്ലാം, പ്രിയപ്പെട്ടവരെ, അന്തരീന്ദ്രിയങ്ങൾ, ഹല്ലേലൂയ, അതിനെല്ലാം യാഗമായി സമർപ്പിപ്പിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനെന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന പേരുള്ള എല്ലാ അന്തരീന്ദ്രിയങ്ങളും ആന്തരിക അവയവങ്ങളും എല്ലാം, ഈ ശരീരം മുഴുവൻ, ഈ ശരീരത്തിനുള്ളിലൊരു മനസ്സ്, അതിനുള്ളിലൊരു ആത്മാവ്, ഹല്ലേലൂയ, ഇത് മൂന്നും നാം സമർപ്പിക്കുക യാഗമായി. അതാണ് ബുദ്ധിയുള്ള ആരാധന. പ്രിയപ്പെട്ടവരെ, വേറെയുള്ള ആരാധനകൾ സ്വർഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നില്ല. ദൈവത്തിന് മനസ്സലിവോ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ, അതെ, ഈ ലോകത്തിന് അനുരൂപമാകുന്ന ഒരു പ്രകൃതമാണ് നമ്മളിൽ ഉള്ളത്. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ചിന്ത ഈ ലോകം കൊണ്ട് ഇവിടെ തീരാൻ പോവുകയാണ് എന്നാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിരുന്നപ്പോൾ നാം വിചാരിച്ചു അമ്മയുടെ ഗർഭപാത്രമാണ് ഈ ലോകമെന്നാണ് നാം പലപ്പോഴും കരുതിയത്. എന്നാൽ 9 മാസം കഴിഞ്ഞപ്പോൾ ആ ശിശു പുറത്തു വന്നു. ഇതാ വിശാലമായ ഒരു ലോകത്തിലാണ് ഇപ്പോൾ നാം കഴിയുന്നത്. നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ ഒരിക്കൽ നമ്മുടെ ആത്മാവ് പുറത്ത് കിടക്കും. ഹല്ലേലൂയ. ഒന്നെങ്കിൽ യേശു രണ്ടാമത് വരുമ്പോൾ നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് നമ്മുടെ ആത്മാക്കൾ പുറത്ത് കിടക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രാണൻ എന്ത് ചെയ്യും? പ്രാണൻ ആത്മാവിനോട് ചേരും. ഹല്ലേലൂയ. അല്ല, നമ്മുടെ മരണമാണോ നമ്മുടെ ആത്മാക്കൾ ഈ കൂടാരം പൊളിച്ച് പുറത്ത് കിടക്കും. പ്രിയപ്പെട്ടവരെ, അതിനാണ് ഒരു വേദന അനുഭവിച്ചാണ് പലപ്പോഴും ഇപ്പൊ ഈ കൂടാരം ആകുന്ന ഭൗമഭവനം പൊളിയുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ഈ ശരീരം പൊളിഞ്ഞാണ് പലപ്പോഴും ആത്മാക്കൾ പുറത്ത് കിടക്കുന്നത്. ചിലർ ഹോസ്പിറ്റലിലായിരിക്കാം, ഒരു അറ്റാക്ക് വന്നായിരിക്കാം, അല്ല ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വന്നായിരിക്കാം ഈ ആത്മാവ് പുറത്ത് കിടക്കുന്നത്. അല്ല വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണായിരിക്കാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാക്കൾ പുറപ്പെടുക. എങ്ങനെ പോയാലും ആത്മാവിൽ അടുത്ത മണ്ഡലത്തിലേക്ക് കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഭൂമിയിലുള്ള വാസം കൂടി വന്നാൽ ഏറെയായാൽ 70 അല്ലെങ്കിൽ 80, 100, മാക്സിമം 110 വർഷമാണ് ഇവിടെ മനുഷ്യന് പറഞ്ഞിരിക്കുന്ന ആയുസ്. ചിലർ 120 വരെയും ഒക്കെ ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും ഇപ്പോൾ. എന്നാൽ നിത്യത എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആത്മാവ് ശരീരം വിട്ട് പുറത്ത് കിടന്നാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന് നിങ്ങൾ ഉള്ളിൽ ഇടം കൊടുത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾ എവിടെ എത്തിയിരിക്കും? യേശു വസിക്കുന്ന രാജ്യത്തിൽ എത്തിയിരിക്കും. ഹല്ലേലൂയ. അവിടെ നിത്യത യുഗായുഗങ്ങളാണ്. ഇവിടത്തെ പോലെ 100 വർഷമോ 110 വർഷമോ അല്ല, പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ജീവിതമാണ് നിത്യയുഗായുഗങ്ങളാണ്. ഹല്ലേലൂയ. അതിന് കാലമില്ല. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രിയൻ സ്വർഗം എത്രയോ മനോഹരമായി ആ രാജ്യം ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വർഗരാജ്യം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടല്ലോ. ഗർഭചിത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ മനോഹരമായ സ്ഥലം കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെല്ലാം അവിടെ സുരക്ഷിതമാണ്. പലപ്പോഴും ചില കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്, യേശുവിന്റെ ജനനസമയത്ത് ഏകദേശം നമുക്കറിയാം ഏകദേശം ഒരു 300ഓളം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു, രാജാവിനാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് നാം വായിക്കാറുണ്ട്. ചിലരെല്ലാം ചോദിക്കാറുണ്ട്, അയ്യോ, യേശുവിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന്. പക്ഷെ ആ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് സ്വർഗരാജ്യത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന ആ മഹത്വമായ യേശുവിന് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, അവർക്കുള്ള കിരീടം എന്താണ്? യേശുവിന് വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാം, ഹെരോദ രാജാവ് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്നതായ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അന്ന് 300-ലധികം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളെല്ലാം ആദ്യത്തെ രക്തസാക്ഷികളാണ്. യേശുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളാണ് ആ കുഞ്ഞുങ്ങളെല്ലാം. ഹല്ലേലൂയ. അവർക്കെല്ലാം സ്വർഗത്തിൽ മനോഹരമായ ഭവനങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരന്മാരെ,
ദൈവത്തിന് മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതെ, മനസ്സിലൊരു പുതുക്കം തരുവാൻ പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആർക്കും മനസ്സ് മാറ്റുവാൻ കഴിയുകയില്ല. മാനസാന്തരം തരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. മനസ്സിന് രൂപാന്തരം തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. I beseech you therefore, brethren, by the mercies of God, that ye present your bodies a living sacrifice, holy, acceptable unto God, which is your reasonable service, and be not conformed to this world, but he transformed by the renewing of your mind, that ye may prove the what is that good and acceptable and perfect will of God. അതേ പ്രിയപ്പെട്ടവരെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന യാഗം എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ളതെല്ലാം മുഴുവനായി നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവൻ എൻ്റെ കരം നീട്ടിക്കൊണ്ട് നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. മകനെ, നിനക്കുള്ളതെല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവൻ ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. നിന്റെ സമർപ്പണം ഒരിക്കൽ കൂടി പുതുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ നീ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതെല്ലാം തിരികെ എടുത്തവരാണ് പലപ്പോഴും നാം എല്ലാവരും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. പലപ്പോഴും നിനക്ക് തന്നതെല്ലാം പലപ്പോഴും ഞങ്ങൾ തിരികെ എടുത്തു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. എന്നെയും എനിക്കുള്ളതെല്ലാം കൊടുക്കുക യേശുവിൻ്റെ കരങ്ങളിലേക്ക്. അവൻ പൊന്നാക്കി തരും. പ്രിയപ്പെട്ടവരെ, എത്ര പേർ വിശ്വാസത്തോടെ അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. നിങ്ങൾക്കുള്ള മക്കളെ സമർപ്പിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സമർപ്പിക്കുക, ഭാര്യമാരെ സമർപ്പിക്കുക. നിങ്ങൾക്കുള്ളതെല്ലാം കൊടുക്കുക. നിങ്ങളുടെ ഭവനം കൊടുക്കുക, നിങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ സമ്പത്ത്, ബാങ്ക് ബാലൻസ് എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ആ 5 അപ്പവും 2 മീനും ആ ബാലകൻ വിശ്വാസത്തോടെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, 5000 ഹല്ലേലൂയ 5000ങ്ങളെ പോഷിപ്പിക്കാൻ അവൻ അതെടുത്ത് ഉപയോഗിച്ചു. അവനെ അത്ഭുതം ചെയ്യുവാൻ കരയുന്ന കരങ്ങളാണ് യേശുവിന്റെ കരങ്ങൾ. വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. വിശ്വാസത്തോടെ ഫലമേൽപ്പിക്കുക. നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളിലാണ് വർധനവ് വേണ്ടത്, ഹല്ലേലൂയ, അത് യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. ഹല്ലേലൂയ. അവൻ നമ്മുടെ അരികിൽ അവൻ്റെ ഇരുകരവും നീട്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏൽപ്പിക്കാനുള്ളതെല്ലാം ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നീ ഒരു വാടക വീട്ടിലായിരിക്കാം നീ കിടക്കുന്നത്. ഹല്ലേലൂയ. ആ ഭവനം നീ കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നിനക്ക് നല്ലൊരു ഭവനം ഈ ഭൂമിയിൽ വേണമെങ്കിൽ യേശു കരുതും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ കൊടുക്കുക. ഹല്ലേലൂയ. ലോകത്തിലുള്ള യേശുവിൻ്റെ മക്കൾ പോലും ചിന്തിക്കുന്നത് യേശു ഇപ്പോൾ വരികയില്ലെന്നാണ്. അതെ, ഈ ലോകത്തിലുള്ള യേശുവിൻ്റെ മക്കൾ പോലും ചിന്തിക്കുന്നത് യേശു ഇപ്പോൾ വരികയില്ല എന്നാണ്. ചിലർ യേശുവിൻ്റെ മടങ്ങി വരവിൽ പോലും വിശ്വസിക്കുന്നില്ല. യേശു 2ാമത് വരവെന്നുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിൻ്റെ രാജ്യം ഒരുങ്ങി കഴിഞ്ഞു. യേശുവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, അവൻ എത്രയും വേഗം മടങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറയുകയാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ യേശു നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട എന്ന്. വിശ്വാസം മാത്രമാണ് മകനെ മകളെ ആവശ്യമുള്ളൂ എന്ന്. ഹല്ലേലൂയ. വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എനിക്ക് ഏറ്റവും വിലയേറിയവനാണ് എന്ന് മറക്കരുത് എന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിലയേറിയവനാണ് യേശുവിന്. ഹല്ലേലൂയ. സ്വർഗീയമായ ശക്തി നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. സ്വർഗം തികച്ചും ഒരു യഥാർത്ഥമാണ്. ഹല്ലേലൂയ. എന്ന സത്യം നാം മറന്നു പോകരുത്. സ്വർഗം തികച്ചും യഥാർത്ഥമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനായി വലിയ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് വലിയ രൂപാന്തരം ഇനിയും വേണം. ഹല്ലേലൂയ. കർത്താവിന് ആഗ്രഹമുണ്ട്
നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കണമെന്ന്. ഹല്ലേലൂയ. അതിന് വലിയ രൂപാന്തരം തരുവാൻ ഹല്ലേലൂയ അവൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഹല്ലേലൂയ. അവിടുത്തെ രാജ്യത്തിൽ അങ്ങയോട് ഒരുമിച്ച് അവിടുത്തെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഞങ്ങളുടെ ആത്മാക്കൾ വസിക്കണമെങ്കിൽ ഹല്ലേലൂയ എത്രമാത്രം രൂപാന്തരം ഞങ്ങൾക്ക് വേണോ. ഹല്ലേലൂയ. അങ്ങേക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥ നിനക്കറിയാം. ഹല്ലേലൂയ. കർത്താവേ, എത്രമാത്രം രൂപാന്തരം ഞങ്ങൾക്ക് വേണമോ ആ രൂപാന്തരം ഇന്ന് തരുവാൻ നാഥ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ ആത്മാക്കളെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഒരു അത്ഭുതകരമായ രൂപാന്തരം എത്ര പേർ കൊതിക്കുന്നു പ്രിയപ്പെട്ടവരെ. എനിക്ക് സ്വർഗത്തിൽ കടന്നു ചെല്ലുവാൻ ആവശ്യമായിരിക്കുന്ന രൂപാന്തരം വേണമെന്ന്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിനായി എന്തു വേണ്ടു പ്രിയപ്പെട്ടവരെ? അവൻ ദീർഘകരവും നീട്ടി അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നിങ്ങൾ കാണുക. ആ ക്രൂശിന്മേൽ തകർക്കപ്പെട്ട കരങ്ങൾ. ഹല്ലേലൂയ. ഓ തകർത്ത കരങ്ങൾ. ഹല്ലേലൂയ. ആ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിക്കൂ. ഹല്ലേലൂയ. ഒരു രാജാവ് വേഷപ്രച്ഛന്നനായി ഇതാ തൻ്റെ നാട്ടിൽ കൂടി കടന്നു പോവുകയാണ്. ഒരു ഫിഷാബേക്ക് അവിടെ ഇരുന്ന് ഫിഷ് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പാത്രം ഉയർത്തി കാണിച്ചു, എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന്. അപ്പോൾ ആ രാജാവ് അദ്ദേഹത്തിന് നേരെ കൈനീട്ടി, എനിക്ക് നീ എന്തെങ്കിലും തരൂ എന്ന് അവൻ നോക്കിയപ്പോൾ അവൻ്റെ ആ പാത്രത്തിനുള്ളിൽ 2 നെൽമണി മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ആ നെൽമണി അവനെടുത്ത് ആ രാജാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രാജാവ് മടങ്ങി പോവുകയും ചെയ്തു. എന്നാൽ സന്ധ്യയായപ്പോൾ അവന്റെ ഭവനത്തിൽ ചെന്ന് അവൻ അന്ന് കിട്ടിയതെല്ലാം നോക്കിയപ്പോൾ ഒരു തിളങ്ങുന്ന 2 നെൽമണി അരി. ഹല്ലേലൂയ. അവൻ നോക്കി ഇതെന്തായിരിക്കും സാധനമെന്ന് മറ്റുള്ളവരോട് ചോദിച്ചു. അന്നേരം പറയുകയാണ്, ആ രാജാവ് അവന് വേണ്ടി വിലയേറിയ ഒരു രത്നമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ആ 2 രത്നങ്ങൾ അവന്റെ ആ പാത്രത്തിൽ കിട്ടി. അവൻ അപ്പോൾ ചിന്തിച്ചു, അയ്യോ, എനിക്ക് ആ പാത്രം കൂടി അങ്ങ് കൊടുത്തോളായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ പാത്രം കൂടി കൊടുത്തിരുന്നെങ്കിൽ അതും പൊന്നാക്കി കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് യേശുവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് തന്ന ഭവനം. ഹല്ലേലൂയ. നീ എനിക്ക് തന്ന വാഹനങ്ങൾ. ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് തന്ന സമ്പത്ത്. ഹല്ലേലൂയ. നീ എനിക്ക് തന്ന ബാങ്ക് ബാലൻസുകൾ. ഹല്ലേലൂയ. ഓ, ഞങ്ങൾക്ക് തന്നതായ മക്കൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം നീ അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഹല്ലേലൂയ. ഓ, അവൻ തങ്കമാക്കി മാറ്റും. ഹല്ലേലൂയ. അവൻ അതെല്ലാം വർദ്ധിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏൽപ്പിക്കൂ. ഹല്ലേലൂയ. ഞാൻ കൊടുത്തിരിക്കുന്ന കരം ആരുടെ കരം എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഓ, വെറുതെ വേറും സാധാ മനുഷ്യന്റെ കയ്യിലേക്കല്ല, അല്ലെങ്കിൽ ഒരു രാജാതിരാജന്റെ കൈ, ഒരു രാജാവിന്റെ കയ്യിലേക്കുമല്ല. ഹല്ലേലൂയ. ഈ അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ചവന്റെ കരങ്ങളിലേക്ക്, ഓ, നക്ഷത്രങ്ങൾ അതതിന്റെ സ്ഥാനത്ത് നിർത്തിയവന്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിക്കുമെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്റെ സ്ഥിതികൾ ഇന്ന് മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഓ, ഇന്ന് നീ വന്നത് വെറുതെ ആയില്ല മകനെ, മകളെ. ഹല്ലേലൂയ. ഇന്ന് നീ കടന്നു വന്ന് വെറുതെ ആയില്ല. ഹല്ലേലൂയ. രാജാതിരാജൻ നിന്നെ സന്ദർശിപ്പാൻ കടന്നു വന്ന അരികിലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ സന്ദർശനം നീ കാണുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പാ, നീ ഞങ്ങളെ സന്ദർശിക്കുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. നിസ്സാരരായ ഞങ്ങളെ നീ ഏറ്റെടുക്കുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അനാഥരായ ഞങ്ങളെ നീ സന്ദർശിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ അപ്പൻ നിനക്കില്ല എങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പനെ നീ അപ്പ എന്ന് വിളിച്ചുകൊള്ളൂ. ഹല്ലേലൂയ. എൻ്റെ 15ാമത്തെ വയസ്സിൽ അവൻ എൻ്റെ അപ്പനായി കടന്നു വന്നു. ഹല്ലേലൂയ. അനേകം വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇല്ലാതായി പോകുന്ന നിമിഷങ്ങൾ വന്നിട്ടുണ്ട്. ആഴമേടെ കുഴിയിലേക്ക് വീണു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പന്റെ കരം, ഹല്ലേലൂയ, ആ സ്നേഹച്ചങ്ങലയുടെ കരം, ഹല്ലേലൂയ, അതെന്നെ നീട്ടി ആ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ യേശുവിനെ ഇന്നും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ സ്നേഹച്ചങ്ങലയുടെ ഹല്ലേലൂയ നീളം. ഹല്ലേലൂയ. പ്രിയ മകനെ, മകളെ, നീ എത്രമാത്രം യേശുവിൽ നിന്ന് അകന്നാലും ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ നിന്നെ കുഞ്ഞു പ്രായത്തിൽ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവന്റെ കരങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കരങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ നിനക്കുള്ളത് കരമേൽപ്പിക്കൂ. ഹല്ലേലൂയ. ഓ, അവന്റെ കരങ്ങൾ വിശ്വാസമുള്ളതാണ്, വാക്കുമാറാത്തവനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള മനുഷ്യൻ ചിലപ്പോൾ വാക്കുമാറിയേക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ വാക്കുമാറാത്ത നമ്മുടെ യേശു, ഹല്ലേലൂയ, അവന്റെ ആണിപ്പാടുള്ള കരങ്ങൾ ആരും മറക്കരുതേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ മുറിഞ്ഞ കരങ്ങൾ ആരും മറക്കരുതേ. ഹല്ലേലൂയ. ആ കരങ്ങൾ നിന്റെ മേൽ വെച്ചാൽ സൗഖ്യമാണ്. ഹല്ലേലൂയ. സൗഖ്യമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ യേശു നിങ്ങളുടെ മേൽ കരങ്ങൾ വെക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിന്ന് രോഗശക്തികൾ മാറുകയാണ്. ഹല്ലേലൂയ. രോഗാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുതകരം നീട്ടുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ സന്ദർശിക്കുന്നതിന് നന്ദി അപ്പ. ഹല്ലേലൂയ. പിതാവാം ദൈവമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. പുത്രനാം ദൈവമേ അവിടുത്തെ ജീവൻ ഞങ്ങൾക്ക് നിന്റെ രക്തമായി പകരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളുടെ ആത്മാക്കളെ നീ ജീവിപ്പിക്കണമേ. ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവനുള്ളതെല്ലാം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതെ, ജീവൻ യേശു പകർന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരാധന വരും. ഹല്ലേലൂയ. വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ആത്മാക്കൾക്ക് ജീവൻ തരികയാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്നവരാരും ആത്മാവിൽ ജീവനില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പൊ ആ പരിശുദ്ധ ആത്മാവെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവിക ജീവൻ ഞങ്ങളിൽ ഉണ്ടാവട്ടെ. ആ സ്വർഗീയ ജീവൻ ഞങ്ങളിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ജീവൻ. ഹല്ലേലൂയ. സമൃദ്ധമായ ജീവൻ. ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് പ്രിയപ്പെട്ടവരെ. ആ സമൃദ്ധമായ ജീവൻ സ്വർഗീയ ജീവനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ നിന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് സ്വർഗത്തിന്റെ ജീവൻ വേണമെന്ന്? അപ്പാ നിങ്ങളുടെ മേൽ നിന്ന് സ്വർഗീയ പ്രാവ് പൊരുന്നി ഇറങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പൊരുന്നി ആവസിച്ച്. ഹല്ലേലൂയ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക. ഹല്ലേലൂയ. എത്ര ഭയങ്കരവും കർത്താവേ. സ്തോത്രം അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അവിടെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ അവിടെ അധ്വാനിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്തോത്രം. ഈ സമയം അത്രയും ഞങ്ങളോട് ചന്തമായി സംസാരിച്ചതിന് നന്ദി. കർത്താവെ, കടന്നു വന്നവരെ ഓരോരുത്തരെയും നീ തലോടിയതിന് നന്ദി, കഴുകിയതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവെ, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. കർത്താവെ, ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ മുറിഞ്ഞകരം വരണമേ. ഹല്ലേലൂയ. അപ്പോൾ ആ സ്തോത്രം ഓൺലൈൻ വഴിയായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നാഥന്റെ മുറിഞ്ഞകരം വെക്കണമേ. ഹല്ലേലൂയ. നിത്യതയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മുഖാമുഖം യേശോപ്പന മുഖത്തോട് മുഖം കാണുവാൻ തക്കോണമുള്ള ഭാഗ്യം നൽകണമേ. കർത്താവെ, നിന്റെ രണ്ടാമത്തെ വരവ് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി പിതാവേ. അവിടുന്ന് വചനം അയക്കുന്നതിന് നന്ദി. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാജ്യത്തൊരു ഉണർവിന്റെ കാറ്റ് അടിക്കട്ടെ. അനേകം ആത്മാക്കൾ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് അനേകം ആത്മാക്കൾ സ്വർഗത്തിൽ എത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ കേരളത്തിൽ നിന്ന് അനേകം ആത്മാക്കൾ സ്വർഗത്തിൽ എത്തട്ടെ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. അതിന് യേശു ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പാ യേശു നീ ഹൃദയത്തിലില്ല എങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയില്ല. ഹല്ലേലൂയ. അതിനായി മകനെയും മകളെ, ഹല്ലേലൂയ, നിന്റെ ജാതിയോ മതമോ ഒന്നും യേശു ചോദിക്കുന്നില്ല. നിനക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ നീ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ എന്ന് നീ ആത്മാർത്ഥമായി ഒന്ന് വിളിച്ചാൽ അവൻ കിടന്ന് നിന്റെ ഹൃദയത്തിൽ വന്ന് ഇരുപ്പുറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നീ ഹൃദയത്തിലേക്ക് കിടന്നു വന്ന്, ഹല്ലേലൂയ, യേശു വന്നാൽ അവിടെ നിന്ന് പിശാച് പോകും. ഇന്ന് ആളുകൾ പിശാചിനെ പുറത്താക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് വേറെ കുറുക്കു വഴിയൊന്നുമില്ല. യേശു നിന്റെ ഉള്ളിൽ കിടന്നു വന്നാൽ സാത്താൻ നിന്ന് മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവർ നിന്റെ ജീവിതത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിനായി നമ്മൾ ഒന്നേ വേണ്ടൂ, യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുക. യേശു ഈ സമയം നടന്നു കയറി വരട്ടെ. രാജാതിരാജൻ എഴുന്നള്ളട്ടെ. ഹല്ലേലൂയ. നിന്റെ യേശുവിന്റെ പള്ളിയാക്കി മാറ്റട്ടെ, യേശുവിന്റെ ആലയമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ കൈപ്പിണിയായതിലൊന്നും അവൻ വസിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം കൈപ്പിണിയായതിലൊന്നിലും വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം വസിക്കുന്നത് നമ്മിൽ ഓരോരുത്തരിലും വസിപ്പാനാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, മകനെ, മകളെ, കുഞ്ഞെ, നിന്റെ ഉള്ളിൽ വസിപ്പാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നീ അതിന് ഒന്നേ ചെയ്യണ്ടു, അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഏൽപ്പിക്കുക, സമർപ്പിക്കുക. ഹല്ലേലൂയ. നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുക. അവൻ നിന്നിൽ വന്ന് വാഴട്ടെ, വസിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, എന്റെ ഹൃദയം തുറന്നവരുടെ മേൽ അപ്പാ നീ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഹല്ലേലൂയ. അപ്പാ, നീ വീണ്ടും ജനനം കൊടുക്കണമേ. ഹല്ലേലൂയ. വീണ്ടും ജനിപ്പിക്കണമേ. അപ്പാ, ഹല്ലേലൂയ. ആത്മാക്കൾക്ക് സ്വർഗത്തിന്റെ ജീവൻ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, അവിടെ അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. ഹല്ലേലൂയ. പിതാവാം ദൈവമേ നന്ദി, പുത്രനാം ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവാം ദൈവമേ നന്ദി. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഓളം വിട്ടിയതിന് നന്ദി. ഹല്ലേലൂയ. സാന്നിധ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി. കർത്താവെ, പാടി കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ മുറിഞ്ഞകരം വെക്കണമേ. വചനം പറഞ്ഞവരെ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഭാവിയെല്ലാം നിന്റെ കരങ്ങളിൽ സുരക്ഷിതമാകിയാൽ നന്ദി. അപ്പാ, ഈ കലവറ തറവാടിനെ മുഴുവനായി നിന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് വഴി നടത്തണമേ. അപ്പാ, ഇന്ന് വരെ നടത്തിയ നന്ദി. കർത്താവെ,
ഈ 2 വർഷക്കാലം നീ ഞങ്ങളോട് കൂടിയിരുന്നതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ പരാജയങ്ങളിൽ നീ കൂടിയിരുന്നു, ഞങ്ങളുടെ തോൽവികളിൽ നീ കൂടിയിരുന്നു, ഞങ്ങളുടെ വീഴ്ചകളിൽ നീ കൂടിയിരുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ കരകയറ്റുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉറപ്പുള്ള പാറമേൽ നിർത്തുന്നതിന് നന്ദി. ഹല്ലേലൂയ. കുലുങ്ങാത്ത പാറമേൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് ഇനി ഞങ്ങൾ കൂടി കാണുന്നവരെയും കോഴിതന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇൻസ്ട്രുമെന്റ് വായിച്ചവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അപ്പോൾ എല്ലാവരെയും ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നിർമ്മലക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ ആത്മാക്കളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.